2025 പുതിയ സിലബസ് പ്രകാരമുള്ള കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് 4 ചാപ്റ്റേഴ്സാണ്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. മലയാളത്തിലാണെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷമൊക്കെ 10ലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇവിടെ ഒന്നാമതും രണ്ടാമതുമായിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ചില്ലേ കാർബണിക രസതന്ത്രം, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തേലാണെങ്കിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പീരിയോഡിക് ടേബിളിനെ കുറിച്ചും പിന്നെ സബ്ഷെൽ എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ, ക്വാണ്ടം നമ്പേഴ്സ്. ഈ ക്വാണ്ടം നമ്പേഴ്സൊക്കെ +1 മുൻപ് പഠിക്കാനുണ്ടായിരുന്നത്, പക്ഷേ അതിപ്പോൾ 10ലെ ടെസ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം കോണ്ടൻ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യിപ്പിച്ച് സിലബസ് കുറച്ചും കൂടി ഒന്ന് ടഫാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നാലാമത്തെന്ന് പറയുന്ന ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ മുതലായിട്ടുള്ള ഗ്യാസ് ലോസ്, വാതക നിയമങ്ങളും അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ മോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സങ്കല്പനത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുമ്പോൾ സിലബസ് അത്യാവശ്യം കട്ടിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം +1 ചെല്ലുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബേസ് ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. എക്സാമിൻ്റെ സമയത്തേക്ക് മാറ്റി വെച്ചാൽ ഇത് കവർ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറേണ്ടി വരും. ഡെയിലി പഠിച്ചു പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റും എത്ര ബുദ്ധിമുട്ടാക്കിയാലും, സിലബസ് എത്ര ബുദ്ധിമുട്ടാക്കിയാലും നമുക്കത് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മുൻപത്തെ വർഷങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കട്ടിയുള്ള ഒരു സിലബസ് തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലെടുക്കുന്നത് അതായത് ദിവസമൊക്കെ പഠിച്ച് വൃത്തിയായിട്ട് എക്സാമൊക്കെ എഴുതുക. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ പബ്ലിക് എക്സാം ആണല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ എല്ലാവർക്കും അതിനുള്ളൊരു ഓൾ ദി ബെസ്റ്റ് നൽകുകയാണ്.